ജനനായകൻ പെട്ടിന്നിറങ്ങാൻ ഇനിയും സമയമെടുക്കും. അതുപോലെ തന്നെ കമൽഹാസൻ ശിവകാർത്തികൻ പടത്തിൽ ദിലീപ്. സോ ഹേയ് ഹലോ നമസ്കാരം, ഐ ആം യഹ്യുമൈൻ ഹിയർ. കമൽഹാസൻ ക്യാമിയോ. അപ്പോൾ ശിവകാർത്തികൻ്റെ നെക്സ്റ്റ് പടമായിട്ടുള്ള സിയോണിൽ കമൽഹാസൻ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ആൻഡ് ഈ പടത്തിൽ കമൽഹാസൻ്റെ ഐക്കോണിക് ക്യാരക്ടറായിട്ടുള്ള വിരുമാണ്ടി എന്ന ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലായിരിക്കും കമൽഹാസൻ ഈ സിനിമയിലേക്ക് വരിക. അതുപോലെ തന്നെ ഫീമെയിൽ ലീഡ് റോളിലേക്ക് ഭാഗ്യശ്രീ ബോൾസെയാണ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് അതും സിയോണിനെ പറ്റി തന്നെയാണ്. അതായത് ശിവകാർത്തികൻ്റെ പടത്തിൽ വില്ലനായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്നത് ഒരു ചർച്ചാ വിഷയമായിരുന്നു. ബട്ട് ഇപ്പോൾ ഞെട്ടിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അതായത് ദിലീപാണ്. സോ ദിലീപേട്ടൻ്റെ തമിഴ് അരങ്ങേറ്റം വില്ലൻ വേഷത്തിലാണ്, അതും ശിവകാർത്തികൻ്റെ കൂടെ. ബട്ട് ഇതുവരെ ക്രൂവിൽ നിന്ന് കൺഫേം ചെയ്യാത്ത ഒരു അപ്ഡേറ്റ് ആണ്. നടന്നു കഴിഞ്ഞാൽ മോനെ പൊളിക്കും. അരസൻ അതായത് സിലംബരസൻ വെട്രിമാരൻ പടം, അതുപോലെ തന്നെ വട ചെന്നൈ യൂണിവേഴ്സിൽ വരുന്ന ഒരു പടം കൂടിയാണ് അരസൻ. ആൻഡ് ഈ പടത്തിൻ്റെ ടീസർ BGM എല്ലാം ചുമ്മാ കത്തിക്കേറിയതാണ്. ആരെ ഉണ്ടാക്കി? അനിരുദ്ധല്ലേ. സോ അരസനെ പറ്റി കിട്ടുന്ന അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ STRൻ്റെ ഒരു ഏജ്ഡ് ലുക്ക് പോർഷനാണ് ഇപ്പോൾ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഷെഡ്യൂളിൽ വിജയ് സേതുപതി, നെൽസൺ ഇവരൊക്കെ ഇതിൽ ഒരു പാർട്ടായിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ആൻഡ് പ്രിയങ്ക മോഹൻ ഈ പടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അടുത്ത ഷെഡ്യൂൾ തൊട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത ധ്രുവനക്ഷത്രമാവാൻ സാധ്യതയുള്ള പടത്തിനെ പറ്റിയാണ്. പറയാൻ പോകുന്നത് വേറെ ആരുടെയല്ല, തലപതി വിജയുടെ ലാസ്റ്റ് പടം, അതായത് ജനനായകനെ പറ്റിയാണ്. നാളെയാണ് റിലീസ് എന്ന് പറഞ്ഞ് പടം ഇപ്പോൾ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സോ ഇന്നലെ ആയിരുന്നു സെൻസർ സ്ക്രീനിങ് നടത്താൻ വേണ്ടി CBFC പറഞ്ഞ ഡേറ്റ്. ബട്ട് ഇത് വീണ്ടും മാറ്റിവെച്ചു. ഇനി എന്താണ് കാരണം? അതാണ് ഏറ്റവും വലിയ കോമഡി. സോ CBFC അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് സ്ക്രീനിങ് നടത്തുന്ന സമയത്ത് വന്നില്ല. ആൻഡ് ജനനായകൻ്റെ മേക്കേഴ്സായിട്ടുള്ള KVN ടീം വൈകുന്നേരം 6 മണി വരെ നോക്കിയിരുന്നു. എന്തൊക്കെയാടാ നടക്കുന്നത്? ആൻഡ് ഇത് വേറെ രാജ്യങ്ങളിലും എല്ലാം ആയിരുന്നെങ്കിൽ ഈ കമ്മിറ്റിക്കെതിരെ പണ്ടേ കേസ് പോയേനെ. ആൻഡ് ചോറുണ്ടെന്നവന് മനസ്സിലാകും ഇത് ആരുടെ കളിയാണെന്ന്. ഇനി സൂര്യയുടെ നെക്സ്റ്റ് ഫിലിം, അതായത് സൂര്യ H വിനോദ് കോംബോയിൽ വരുന്ന അടുത്ത പടം സൂര്യ 48. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡ്രീം വാരിയസ് പിക്ചേഴ്സ് അല്ലെങ്കിൽ സാഗരം സ്റ്റുഡിയോസ് ആണ്. ആൻഡ് ഇനി H വിനോദിനെ പറ്റി പറഞ്ഞാൽ എടുത്ത പടം ഇതുവരെ പെട്ടിന്ന് ഇറങ്ങിയിട്ടില്ല.